അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസമായിട്ട് കിച്ചണിലൊന്നും വീഡിയോ ഇടലില്ല, ഒക്കെ പുറത്തു കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കൊട്ടക്കയിൽ നിൽക്കുന്ന ഐബും ഉമ്മാന്റെ ഒക്കത്തിരിക്കണ അലേഹിയും ഇതൊക്കെ നോക്കി നിൽക്കുന്ന സീനും. എന്താണ് നിങ്ങൾ നിൽക്കാൻ പാടില്ല, നിങ്ങൾ ഇരുന്നോളി. ഇരുന്നാ നീച്ചു പോവും, അല്ലെങ്കിൽ നിന്നാ ഓളെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോവാം അല്ലേ. പിന്നെ കുറച്ച് വിശേഷം കൂടി പറയാനുണ്ട്. അപ്പൊ എന്താണ് വിശേഷം എന്നുള്ളത് പറയാം. എന്താണ് വിശേഷം? അങ്ങനെ ഈ കൊട്ടക്കൈയിലാണല്ലേ പൊട്ടിക്കോലപ്പത്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലത്തോട്ട് പോവാണ്, കൊല്ലത്തോട്ട് പോവാണ്. അപ്പൊ കൊല്ലത്തേക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു ക്ഷണം? ബർത്ത്ഡേ മാത്രമല്ല, ഞങ്ങള് പെരുന്നാളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിട്ട് ഞാൻ നിൽക്കണ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഒരു പരിപാടിക്കും പെരുന്നാളിനും ഒന്നിനും നമ്മള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഉമ്മ പോയിട്ട് വന്നിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പോകണിച്ചിട്ടായിരുന്നു. ഞാനൊരു 4 മാസം ഡയറ്റൊക്കെ കഴിഞ്ഞിട്ട് നോക്കാച്ചിട്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് നാട്ടിൽ തന്നെ വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഉമ്മാൻ എന്ത് ചെയ്യും? നിങ്ങളെ മുമ്പെത്താ? അതായത് ഈ ഒരു പരിപാടിക്ക് ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയോ? ആദ്യത്തെ ആളെ പറഞ്ഞുതരാം. ഞങ്ങളെ വീട്ടിലെ കന്നിക്കുട്ടി ഐബു ഫസ്റ്റ് ടൈമാ. അപ്പൊ ഐബു ആദ്യമായിട്ട് ഐബുവിന്റെ ആരായിട്ട് വരിക? ആന്റിയോ? ഐബുവിന്റെ ആന്റിന്റെ ഒരു വീട്ടില്. ഐബു തമിഴ്നാട്ടിൽ വന്നില്ലേ? വന്നു ഇല്ലേ? ഐബു വന്നിട്ടില്ലേ? എനിക്ക് ഓർമ്മല്ല. ഉണ്ട്. അപ്പൊ ഗൈസ്, ഐബു തമിഴ്നാട്ടില് മൂത്ത ആന്റിന്റെ വീട്ടിൽ പോയി. ഇനി രണ്ടാമത്തെ ആന്റിന്റെ വീട്ടിലേക്ക് ഐബു കേറാൻ വേണ്ടി കറിയാ. അപ്പൊ രണ്ടാമത്തെ ആന്റിന്റെ വീട്ടിലേക്ക് പോവാണ്. ഐബു പറയൂ, ഇന്റെ ആന്റിയുടെ വീടൊക്കെ ഏത് ദുനിയാവിന്റെ അറ്റത്താ കിടക്കണെന്ന്, ഒന്ന് ഇങ്ങോട്ട് പോവാ. ആന്റിന്ന് ആരും വിളിക്കില്ല. അപ്പൊ ആന്റി ഒക്കെ വെയിറ്റ് ചെയ്ത് നിക്കണെന്നാ പറഞ്ഞത്. അപ്പൊ ആന്റിന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് നിക്കണം. അപ്പൊ ആന്റിന്റെ കുട്ടിന്റെ 1-ാം വയസ്സും അതിന്റെ പരിപാടിയൊക്കെ ഉണ്ട് എന്ന് ഓര് പറഞ്ഞ്. അപ്പൊ നമ്മളെന്താക്കും, നമ്മളിവിടുന്ന് നമ്മുടെ പരിപാടിക്കൊക്കെ ഓര് വന്നിരുന്നു. അപ്പൊ ഉമ്മാന്റെ വക എന്താ കൊടുക്കണെന്ന് ചോദിച്ചോട്ടെ. നിങ്ങളെ വക ഒന്നുമില്ലാന്ന്. നമ്മുടെ വക എന്താ കൊടുക്ക? എന്തേലും കൊടുക്കാല്ലേ? ഓലെ നമ്മക്കൊരു വണ്ടിയാ തന്നിക്കണേ. ഞമ്മക്ക് തിരിച്ചൊരു വണ്ടി കൊടുക്കാട്ടോ. വണ്ടി മതിയോ? എന്താ നോക്കണേ? എന്താ വണ്ടി? നമുക്ക് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിക്കാല്ലേ, ഈ പറഞ്ഞ പോലെ. നല്ലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ. ഉമ്മാന്റെ വക നിങ്ങൾ എന്താ കൊടുക്കണേ? നിങ്ങളെ കന്നിക്കുട്ടിക്ക്. അല്ല, കന്നിക്കുട്ടിയല്ല, എന്താണ് ഈ ചെക്കന്? ഉമ്മാന്റെ പെൻഷൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കാം. ഞങ്ങള് 100 രൂപ കയറ്റി. നിങ്ങൾക്ക് വൈഫൈ ഉണ്ട്, വാട്സപ്പിൽ വിളിച്ചൂടെ? പഠിപ്പിച്ചെടുക്കട്ടോ. ഇവിടെ നിങ്ങക്കില്ലേ അത് വിളിക്ക. ഇവിടെ നിക്കുമ്പോ എന്താക്കാന്നറിയോ? മറ്റേ മൊബൈലിൽ വിളിക്കരുത്. അതൊക്കെ പറയണം, മൊബൈലില് പൈസ ആയിട്ട് തരണമെന്ന്. നിങ്ങൾക്കൊരു ഗൂഗിൾ പേ റെഡി ആക്കി തരട്ടെ? എന്ത്? ഇവിടെ നിക്കുമ്പോ ഞാനൊക്കെ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ പെരയിൽ നിക്കുമ്പോ വാട്സപ്പില് ഫോൺ വിളിക്ക. നിങ്ങൾ അധികം ഈ പെരയെന്നല്ലേ വിളിക്കല്. പുറത്ത് പോകുമ്പോ മാത്രം പൈസ കൊണ്ട് ഫോൺ വിളിക്ക. അറിയില്ലല്ലോ, വാട്സപ്പിലുണ്ട്, അതിൽ സെറ്റാക്കി തരാം. എന്നാ പിന്നെ എന്താന്നറിയോ? എങ്ങട്? വാട്സപ്പിലോ? 1 മാസം കൊണ്ട് കഴിയില്ലേ? ഇനി 300 സംതിങ് കയറ്റണം. നിങ്ങൾക്ക് അത്ര കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും നെറ്റ് ഉപയോഗിക്കില്ല. ഉമ്മ നെറ്റ് ഇവിടുത്തെ വൈഫൈ ഉപയോഗിക്കല്. അപ്പൊ വെറുതെ നിങ്ങള് കോളിന്റെ ഇത് കളയണേ. നിങ്ങൾ പുറത്തിറങ്ങുമ്പോ മാത്രമേ വിളിക്കണേ. അപ്പൊ നിങ്ങൾ എന്താക്കാന്നറിയോ? ഇവിടുന്ന് വാട്സപ്പ് ഉപയോഗിക്കുക. പുറത്തുനിന്ന് അതിനൊന്ന് എടുത്താ
ഈ ചെക്കനെ പരിഗണിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആ ഓളെടുത്തല്ലോ, ഇനി ഓനെ എടുക്കണം. ആ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് കാറിലാണ്. എനിക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് തിരിച്ചു പോരും വേണം. ഡ്രൈവർ ഞാൻ തന്നെയാണ്. എന്താ ഇന്റെ കൂടെ ഇന്റെ കൂടെ നിങ്ങളെ എവിടെയൊക്കെ തുനിയാവിന്റെ അടുത്തേക്ക് വന്നിക്കണേ? ഈ എന്റെ കൂടെ കൊല്ലത്ത് ഒറ്റക്ക് വന്നിട്ടില്ല. അന്ന് ഞാൻ ഉറങ്ങിയോ? അന്ന് ഞാൻ ഉറങ്ങിയോ? അങ്ങനെ അങ്ങോട്ട് അന്ന് തന്നെ തിരിച്ചു വരുമ്പോ എനിക്ക് പറ്റൂലല്ലോ. നമ്മളിത് പിറ്റേ ദിവസം ഒന്നും ഉറങ്ങി നീച്ചിട്ടല്ലേ പോരാ. ഓക്കെ, അപ്പൊ എന്തായാലും ഗായ്സ് ഉമ്മ പറഞ്ഞു ഉമ്മ കാറിലില്ല, ഞാൻ എൻ്റെ മൂത്ത മകളുടെ കുടുംബത്തിൻ്റെ ഒപ്പം വരാന്ന്. മൂത്ത മകള് രാത്രിക്കാ വരുന്നത്. പിന്നെ ഇവരവിടെ എത്തിയാലും ഞങ്ങളവിടെ എത്തലുണ്ടാവില്ല, കാരണം ട്രെയിൻ ഇട്ട വെച്ചിട്ട് അവിടെ എത്തും. അപ്പൊ വരുമ്പോ ഉമ്മ ട്രെയിനാണെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്തേക്കാണ് ഉമ്മ കാറിലുള്ളൂ, ഒരു സ്ഥലത്തേക്ക് ഉമ്മ ട്രെയിനേക്കാരം. ഞങ്ങൾ എന്തായാലും ഫുള്ള് കാറില് ബെഡും. ചിലപ്പോ ഞാൻ വരുമ്പോ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ വരലുണ്ടാവുക. ഇവിടെ നന്നായിട്ടുണ്ടാവും. പണ്ട് ഓർമ്മല്ലേ ആ ഇവിടെ എവിടുന്ന് തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് ഇടങ്ങേറാക്കല തുടങ്ങിയതാ ചൂടെടുത്തിട്ട്. അല്ല ബെഡ് ഇട്ട് കഴിഞ്ഞാ പിന്നെ കാറിൽ തന്നെ ഇരുന്നോളൂ. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മള് എല്ലാരും പോവാ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഒരാളുണ്ടല്ലോ പിടിക്കാൻ. ബെഡ് കാറ്റ് ഒഴിച്ചിട്ട് ബാക്കിൽ വെക്കും, വരുമ്പോ കാറ്റടിച്ചിട്ട് നിർത്തും. ആളുണ്ടെങ്കി കുഴപ്പമില്ല. അത് നമുക്ക് നിർത്തി രാത്രി അങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങാം. ഞാനെന്താ വെച്ചാ അന്ന് വൈകുന്നേരത്ത് ജിമ്മിന് പോകും. എന്നാ പറ്റി ജിമ്മ് ചെയ്യൂല. അപ്പൊ അന്ന് പോർച്ചുഗലിന്റെ കളി ഉണ്ടേ. എല്ലാം കൂടി നടക്കൂല, ഉറങ്ങിട്ട് പോരാ. കുട്ടി അത് ഓടാണ്ട്. അപ്പൊ എന്തായാലും ഗായ്സ് നമുക്ക് രാത്രി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇന്നെ ഉറക്കാതിരുന്നാ മതി. അതാണ് നിങ്ങൾ നോക്കണ്ടേ. ഞാൻ ഉറങ്ങിയ പിന്നെ എല്ലാരും ഒരുമിച്ച് ഉറങ്ങും, പിന്നെ ആരും നീക്കൂല. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും റോഡൊക്കെ റെഡിയാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കൊല്ലത്ത് തമിഴ്നാട്ടിക്ക് പോണൊരു സുഖം കൊല്ലത്തേക്ക് കിട്ടലില്ല കേട്ടോ. അത് അവിടെ ആ വീട്ടിക്ക് പോണതിന്റെ സുഖം എന്നല്ല, റോട്ടുമ്പത്തെ സുഖം. തമിഴ്നാട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ചവിട്ടാണ്. ആലഭൂച്ചിട്ട് 5 മണിക്കൂർ ഇങ്ങനെ കഴിയുന്നെന്ന് അറിയില്ല. ഇവിടെ നമ്മളൊരു 8 മണിക്കൂർ ഇരുന്നാലും അവിടെ എത്തലില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇവിടെ വളവും തിരിവൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അവിടെ ഒറ്റ ചവിട്ട് മാത്രമേ ഉള്ളൂ. ആ ചവിട്ടിൽ നമ്മൾ അവിടെ എത്തും. പിന്നെ അവിടെ എന്താ വെച്ചാ ഈ വേറെ നാട്ടുകൾക്ക് പോകുമ്പോൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ ഭാഷകളൊക്കെ നമുക്കൊരു പുതുമയേക്കാരം. ഇത് എന്നും മലയാള ബോർഡ് തന്നെ കാണുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വേറെ നാട്ടിൽ പോകുമ്പോൾ ആ രസങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകും. നിങ്ങൾ ഒരു മകളും കൂടി ഉണ്ടെങ്കിൽ മറ്റേ കന്നഡയിലേക്ക് കെട്ടിച്ചാൽ മതിയായിരുന്നു. ആ ഭാഷയും കാണായിരുന്നു. എല്ലാം പഠിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഗായ്സ് ഇതൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷം. അപ്പോൾ എല്ലാവർക്കും അവിടേക്ക് പോകണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ കുറേ ദിവസമായാലും വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോവാച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.